പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നുകൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 43-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് അബുദാബിയിൽ നിന്നുള്ള എബിയുടെയും കുടുംബത്തിൻ്റെയും വലിയൊരു സാക്ഷ്യമാണ്. എൻ്റെ പേര് എബി, ഇതെൻ്റെ ഭാര്യ ഡയാന, ഇത് ഞങ്ങളുടെ കുഞ്ഞ് ആദം. ഞങ്ങൾ അബുദാബിയിൽ നിന്ന് വരുന്നു. നാട്ടിലെ പാലായാണ് സ്വദേശം. എബിയും ഭാര്യ ഡയാനയും പിഞ്ചു കുഞ്ഞുമായിട്ട് നവംബർ മാസം 21-ാം തീയതി ജനിച്ച കുഞ്ഞുമായിട്ട് ആദം എന്ന മകനുമായിട്ട് പറയുന്ന വലിയൊരു സാക്ഷ്യം. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, എബി എന്ന മകൻ 2022 മുതൽ കൃപാസനത്തിലെ മരിയൻ ഉടമ്പടിയിലാണ്. ഇത് 3-ാം ഉടമ്പടി സാക്ഷ്യമാണ് ഈ മകൻ പറയുന്നത്. വൈഫും 2024 മുതൽ മരിയൻ ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ബാറൂക്ക് 5:7 തിരുവചനം അനുസരിച്ച് ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ ചിറകുകളിൽ സംവഹിച്ച് അബുദാബിയിൽ ജീവിതം കരുപ്പിടിപ്പിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ തണലിൽ വസിക്കുന്ന ഒരു കുടുംബം, അങ്ങനെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ സാക്ഷ്യമാണിത്. ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ ചിറകുകളിൽ ഒരു വ്യക്തിയെ, അതുമല്ലെങ്കിൽ ഒരു ഭവനത്തെ സംവഹിക്കുമ്പോൾ അസാധ്യമായ വലിയ ദൈവിക ഇടപെടലുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ കൂടെ സിംഗപ്പൂരിലെ ആദ്യമായിട്ട്, ഞാൻ ഇന്ത്യക്ക് വെളിയിൽ ആദ്യമായിട്ട് പോകുന്നത് ഈ ഒരു മരിയൻ ഉടമ്പടി ധ്യാനത്തിനായിട്ടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ചിറകുകളിൽ സംവഹിച്ചാണ് അങ്ങോട്ട് പോയത് എന്ന് വെളിവാക്കുന്ന ഒരുപാട് ജീവിതാനുഭവങ്ങൾ എനിക്കുണ്ടായി. ഞാനൊരു ദിവസം എൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്ന ഓഫീസിലായിരിക്കുന്ന സമയത്ത് ഒരു മകൻ ജോൺസൺ എന്നാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. ഈ എൻ്റെ ഓഫീസിലോട്ട് കയറി വന്ന് ഇപ്രകാരം പറഞ്ഞു, സിസ്റ്റർ സിംഗപ്പൂരിലോട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതറിയത്തില്ലായിരുന്നു. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ അവിടെ കൗൺസിലേഴ്സിന് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് എൻ്റെ പേരും ആഡ് ചെയ്തത്. സാധാരണ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ കൂടെ വിജയകുമാർ സാറാണ് വിദേശ ധ്യാനങ്ങളിലെല്ലാം അക്കമ്പനി ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഈ ജോൺസൺ എന്ന സഹോദരൻ ഇങ്ങനെ പറയുകയും പിന്നീട് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ എന്നെ ഈ ഒരു ശുശ്രൂഷയിൽ പങ്കാളിയാക്കുകയും ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ദൈവപിതാവിനോട് വലിയ നന്ദി ഹൃദയത്തിൽ തോന്നി. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ നവംബർ മാസം 21-ാം തീയതിയായിരുന്നു എൻ്റെ കോൺസെക്രേഷൻ ഡേ. ഈ ഞാൻ പറയാൻ പോകുന്ന സാക്ഷ്യത്തിനും ഈ നവംബർ 21-ആയിട്ടൊരു ബന്ധമുണ്ട്. അപ്പോൾ ഈ കോൺസെക്രേഷൻ കഴിഞ്ഞ് 90 ദിവസത്തിനുള്ളിലാണ് ദൈവപിതാവ് എന്നെ ഒരു വലിയ മിഷനിലോട്ട് സിംഗപ്പൂരിലോട്ട് കൂട്ടിക്കൊണ്ട് പോയത്. അത് ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു രാജ്യത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. കാരണം ഈ സിംഗപ്പൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചൈനയായിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രാജ്യം. ഒരുപാട് ചൈനീസ് മക്കൾ ഇവിടെ വന്നു പോകുന്ന ഒരു രാജ്യമാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ ക്രിസ്തു മതം അത്ര പ്രചാരം നേടാത്ത ഒരു രാജ്യമാണ് ചൈന. അവിടെ പല മതങ്ങളും, ബുദ്ധമതം, ജൈനമതം പോലുള്ള മതങ്ങൾ വളരെ പോപ്പുലറായിട്ട് നിൽക്കുമ്പോൾ അവിടുത്തെ ഒത്തിരി മക്കളാണ് ഈ സിംഗപ്പൂരിലോട്ട് കടന്നു വന്ന് ഈസ്റ്റർ ദിനം മാമോദീസ സ്വീകരിച്ച്, ഞങ്ങളവിടെ ചെന്നപ്പോൾ അറിയാൻ സാധിച്ചത് 3000-ഓളം വ്യക്തികളാണ് ഒരു ഈസ്റ്റർ ദിനത്തിൽ അവിടെ ക്രിസ്തു മതത്തിലേക്ക് ചേർക്കപ്പെടുന്നു. അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ വന്നെത്തേണ്ട ഒരു സ്ഥലമാണ് ഇതെന്ന് എനിക്ക് ദൈവപിതാവ് ബോധ്യപ്പെടുത്തി തന്ന വലിയൊരു സന്തോഷത്തിൻ്റെ നിമിഷമായി. അത് മാത്രമല്ല, ഒരുപാട് അന്ധവിശ്വാസങ്ങൾ, നമ്മൾ ഈ പഴയ നിയമത്തിലൊക്കെ വായിക്കുന്ന ഡ്രാഗൺ, വ്യാളി പോലുള്ള പല അന്ധവിശ്വാസങ്ങളൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുത്ത് അതിനുവേണ്ടി പ്രത്യേക ടൈം ഇൻവെസ്റ്റ് ചെയ്ത്, സ്പേസ് ഇൻവെസ്റ്റ് ചെയ്ത് ജീവിതം പാഴാക്കുന്ന ഒരുപാട് അന്ധവിശ്വാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ജനത കൂടിയാണ് അവർ. സിംഗപ്പൂരിലും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ
പലയിടങ്ങളിൽ പൊതുസ്ഥലങ്ങളിൽ ഫോളോ ചെയ്യുന്നത് നേരിട്ട് കാണാൻ സാധിച്ചു. അവിടെയൊക്കെ ഞാൻ ആ മണ്ണിൽ ചവിട്ടി നിന്നപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഈ വിഷയങ്ങളെല്ലാം, ഏതെല്ലാം അന്ധവിശ്വാസങ്ങൾ അവിടെ നിലനിൽക്കുന്നുവോ അവിടെയെല്ലാം പരിശുദ്ധമ്മ ദൈവമാതാവേ, നീ സർപ്പത്തിൻ്റെ തല തകർത്തതുപോലെ വിജയം വരിച്ച് ഒരു മരിയൻ പ്രത്യക്ഷീകരണ നടക്കുന്ന ഒരു ഭൂമിയായി ആ സ്ഥലത്തെ വളർത്തണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് പിൻവാങ്ങിയത്. ഒപ്പം തന്നെ അവിടെ മരിയൻ ഉടമ്പടി എടുത്ത് പുതുക്കി ജീവിക്കുന്ന മക്കള് ഇവിടുത്തെ കൃപാസനത്തിൽ നടന്ന പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു വാഹകരായിട്ട് വർത്തിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹം കൂടി മനസ്സിൽ അവിടെ നിന്ന് പിരിയുമ്പോൾ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞു വന്നത്, ഇങ്ങനെ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ചിറകിൽ സംവഹിക്കപ്പെട്ട ഈ ഒരു കുടുംബത്തിനുണ്ടായ വലിയൊരു ദൈവിക അനുഭവമാണ്. അവർ അബുദാബിയിലോട്ട് ചേക്കേറുമ്പോൾ മുതൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ആ കരത്തിൻ്റെ തണലിൽ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ചിറകിൽ ബാറൂഖ് 5:7 തിരുവചനം അനുസരിച്ച് ദൈവം സംവഹിച്ച് നടത്തിയ ഒരു കുടുംബത്തിൻ്റെ സാക്ഷ്യമാണിത്. ആ മകൻ സാക്ഷ്യം പറഞ്ഞു തുടങ്ങുന്നത് ഇപ്രകാരമാണ്. ഞങ്ങളുടെ വിവാഹശേഷം ഞങ്ങൾ 2024 ഓഗസ്റ്റിലായിരുന്നു ഞങ്ങളുടെ വിവാഹശേഷം ഞങ്ങൾ അബുദാബിയിലേക്ക് ചെന്നു. അബുദാബിയിൽ ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നതിന് വേണ്ടി ഞങ്ങളൊരു താമസ സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ ആദ്യം ചെന്ന് ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ താമസ സ്ഥലത്താണ് താമസിച്ചിരുന്നത്, റൂമിലാണ് താമസിച്ചിരുന്നത്. പിന്നീട് കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു വീട് ആവശ്യമാണ്. ഈ മകൻ ചെയ്തത് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങളങ്ങനെ പരിശുദ്ധ അമ്മയുടെ കൃപാസന മാതാവിൻ്റെ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റിൽ അപേക്ഷിച്ചു. ഞങ്ങൾക്കൊരു അനുയോജ്യമായിട്ട് ഞങ്ങളുടെ ബഡ്ജറ്റിലും അതുപോലെ തന്നെ ഞങ്ങൾക്ക് യോജിക്കുന്നതുമായിട്ടുള്ളൊരു താമസ സ്ഥലം ലഭിക്കുന്നതിന് വേണ്ടി, അതായത് ആ ഒരു ഈ സങ്കീർത്തകൻ പറയുന്നത് പോലെ ആകാശം അങ്ങയുടേതാണ്, ഭൂമി അങ്ങയുടേതാണ്. 89-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ നല്ലൊരു വാസസ്ഥലം കുറഞ്ഞ ചിലവിൽ ഈ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഈ കുടുംബത്തിന് ആദ്യം കിട്ടി. പിന്നീട് ഒരു കുഞ്ഞ് ഉണ്ടാകാനുള്ള പ്രയത്നത്തിലായിരുന്നു ഇവർ. അപ്പോൾ ഈ മകൾക്ക് PCOD അസുഖമുണ്ട്. പക്ഷേ കൃപാസനത്തിലെ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ പ്രയോഗം കൊണ്ട് ഈ മകള് അസാധ്യമെന്ന് നനച്ചിരിക്കുന്ന സമയത്ത് ഗർഭിണിയാകുന്നു. കാരണം ഈ ഓവുലേഷൻ നടക്കുന്ന ഒരു ടൈമിലല്ല ഈ മകള് പ്രഗ്നൻ്റ് ആവുന്നത്. അത് മത്തായി 3:9 തിരുവചനം അനുസരിച്ച് ഈ കല്ലിൽ നിന്ന് അബ്രഹാത്തിന് തന്റെ സന്തതികളെ ജനിപ്പിക്കാൻ കഴിയും, ദൈവത്തിന് കഴിയും എന്നുള്ള ഒരു വചനത്തിൻ്റെ പൂർത്തീകരണം എന്നോണമാണ് അസാധ്യമായിട്ട് ഈ മകള് ഗർഭിണിയാവുന്നത് ഡോക്ടർ തന്നെ പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് 3-ാം മാസത്തെ സ്കാനിങ്ങിൽ ഈ മകളുടെ വയറ്റിലൊരു സിസ്റ്റം ഉണ്ട് ഗർഭപാത്രത്തിൽ. പക്ഷേ ഡോക്ടറെ കൊണ്ട് ഇവരുടെ അടുത്ത് ദൈവം പറയിപ്പിക്കുന്നില്ല. പക്ഷേ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു എന്നറിയാൻ വേണ്ടി 5-ാം മാസത്തെ സ്കാനിങ്ങിൽ കഴിഞ്ഞ് ഇവർ പുറത്തിറക്കുന്ന സമയത്ത് ഡോക്ടർ വിളിച്ച് പറയും, ഇല്ല അതിപ്പോൾ കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായില്ല എന്താ ഡോക്ടർ ഉദ്ദേശിച്ചതെന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞു എന്താ ഡോക്ടർ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല. അപ്പോൾ 3-ാം മാസത്തെ സ്കാനിങ്ങിൽ ഇവളുടെ സ്കാനിങ്ങിൽ ഇവളുടെ യൂട്രസിലൊരു സിസ്റ്റ് കൂടി കണ്ടിരുന്നു. പക്ഷേ സിസ്റ്റ് കണ്ട കാര്യം നമ്മളോട് പറഞ്ഞില്ല. 5-ാം മാസത്തെ സ്കാനിങ്ങിൽ ഡോക്ടർ പറഞ്ഞു ആ സിസ്റ്റ് ഇപ്പോൾ കാണുന്നില്ല, അത് അപ്രത്യക്ഷമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ദൈവം തൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഈ മക്കളെ ഒളിപ്പിച്ചതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹത്വത്തിൻ്റെ ചിറകിൽ സംവഹിക്കുന്ന ഈ മക്കളെ ദൈവം താങ്ങി നിർത്തുന്ന വലിയൊരു സാക്ഷ്യം. പിന്നീട് ഈ മകൾക്ക് ഗെസ്റ്റേഷണൽ ഡയബറ്റിസ്, ഷുഗർ ഉണ്ടാവുന്നു. അവിടെ നിന്നും പരിശുദ്ധ അമ്മ ഈ മകൾക്ക് സംരക്ഷണം കൊടുക്കുന്നു. പിന്നെ ഈ മകൾ പറയുന്നുണ്ട് 40 ആഴ്ച പൂർത്തിയായ ശേഷമാണ് ഈ മകള് ഈ കുഞ്ഞിന് ജന്മം നൽകുന്നത്. അതിൻ്റെ കാരണം ഈ അപ്പൻ തന്നെ ഈ സാക്ഷ്യത്തിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ നോർമൽ ഡെലിവറി എക്സ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഡോക്ടർ പറയുന്നുണ്ട് ഇനി താമസിച്ചാൽ പ്രശ്നമാണെന്ന് പറയുമ്പോൾ ഈ മകനൊരു വചനം ലഭിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. അതെ, ആത്മാവിൽ നിന്ന് ജനിക്കുന്നവരും അപ്രകാരമാണ്. അതായത് ഇങ്ങനെ നോർമൽ ഡെലിവറി എക്സ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് സിസേറിയന് പോസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ദൈവഹിതം ആരായാനാണ് ഈ മകൻ വചനം തുറന്ന് വായിക്കുന്നത്. അപ്പോൾ ഈ വചനമാണ് കിട്ടുന്നത്. അപ്പോൾ അത് ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ഡെലിവറി കഴിയുമ്പോഴാണ് അറിയുന്നത് 4 കിലോയ്ക്ക് മുകളിൽ ഈ കുഞ്ഞുണ്ടായിരുന്നു വെയിറ്റ്. തീർച്ചയായിട്ടും നോർമൽ ഡെലിവറി നടത്തിയിരുന്നെങ്കിൽ അമ്മയ്ക്കോ കുഞ്ഞിനോ ഒരു അപകടമായി മാറിയേനെ.
അവിടെയും വലിയ ദൈവിക സംരക്ഷണം. ഞാൻ നേരത്തെ പറഞ്ഞാൽ ബാറൂക്ക് 5:7 തിരുവചനം അനുസരിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ തണലിൽ ഇവർ സുരക്ഷിതരായിട്ട് വീണ്ടും വഹിക്കപ്പെടുകയാണ്. വീണ്ടും ഈ അപ്പം പറയുന്നുണ്ട്, നവംബർ 21, അതായത് പരിശുദ്ധമ്മയുടെ സമർപ്പണ ദിനം തന്നെ ഈ മകൻ ഭൂമിയിലേക്ക് വരണമെന്നുള്ളത് ദൈവപിതാവിൻ്റെ വലിയ നിശ്ചയമായിരുന്നു. അത് പൂർത്തിയാകാനാണ് ഇങ്ങനെയൊക്കെ 40 ആഴ്ച പൂർത്തീകരിച്ച് ഈ മകൻ ഭൂമിയിലേക്ക് വന്നത്. തുടർന്നും പറയുന്നുണ്ട്, നോട്ട് ബൈ മെറിറ്റിൽ ഈ മകൾക്ക് ഡയാനയ്ക്ക് ലൈസൻസ് കിട്ടുന്നു. ഈ മകൻ്റെയും ജോലി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും സഞ്ചാരി മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം തേടി പ്രാർത്ഥിക്കുമ്പോൾ സഞ്ചാരി മാതാവ് സഞ്ചരിച്ചെത്തി സമയ ചുരുക്കത്തിൽ ആ വിഷയം നടപ്പിൽ വരുത്തുന്നു, ആ വിഷയത്തിനൊരു തീരുമാനമുണ്ടാക്കുന്നു. അങ്ങനെ പോകുന്നു. വളരെ നീണ്ട സാക്ഷ്യമാണത്. 31 മിനിറ്റോളം ഈ മകൻ ഈ സാക്ഷ്യം പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ പ്രസക്തമായ കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു കാര്യവും കൂടി ഈ സഹോദരൻ പറയുന്നുണ്ട്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്നു. അപ്പോൾ NICUവിൽ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്യേണ്ട വരുന്നു. അമ്മ ഡിസ്ചാർജ് ആയപ്പോഴും കുഞ്ഞ് NICU തന്നെയാണ്. അപ്പോഴും ഈ സഹോദരൻ പ്രാർത്ഥിക്കുന്നുണ്ട്, സഞ്ചാരി മാതാവേ, കുരിശിൻ്റെ ചുവട്ടിൽ അമ്മ നിന്നതുപോലെ ഞങ്ങൾക്ക് ഈ സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല. പരിശുദ്ധ അമ്മ തന്നെ നിന്ന് ഈ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ നോക്കണം എന്ന് പരിശുദ്ധ അമ്മ ആ വിഷയം പരമേൽപ്പിക്കുന്നു. വലിയൊരു ആത്മസ്വാതന്ത്ര്യത്തോടു കൂടിയിട്ടാണ് ഈ മകൻ പരിശുദ്ധ അമ്മയുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുകയും തക്ക സമയത്ത് പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലുകളോട് കൂടിയ വലിയൊരു സാക്ഷ്യം കൂടിയാണ്. നിങ്ങൾക്കത് സാക്ഷ്യം കേൾക്കുമ്പോൾ ഈ സാക്ഷ്യത്തിൻ്റെ കൂടെ പിൻ ചെയ്യുന്നുണ്ട് ഈ ഒരു എപ്പിസോഡിൻ്റെ കൂടെ. നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും കാണാം. നിങ്ങൾ കേട്ടിരിക്കേണ്ട ഒരു സാക്ഷ്യമാണ്. കാരണം വളരെ സുന്ദരമായിട്ട് അവരുടെ പരസ്പരമുള്ള സ്നേഹവും സഹകരണവും, ഒപ്പം തന്നെ ഒരു ക്രിസ്തീയ ദമ്പതികൾ എപ്രകാരമാണ് ഒരു വിഷയം ജീവിതത്തിൽ വരുമ്പോൾ അത് പ്രാർത്ഥിച്ച് അതിജീവിക്കേണ്ടത്, അത് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് എങ്ങനെയാണ് അത് ലൈറ്റ് വെയ്റ്റനിങ് സംഭവിച്ച് എല്ലാം ലഘുവാക്കി തീർക്കുന്നു എന്നുള്ള വലിയൊരു സാക്ഷ്യം പറയുന്നുണ്ട്. സാക്ഷ്യം അവസാനിപ്പിക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട് അവർ ചെയ്യുന്ന കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനം. അതിൻ്റെയൊക്കെ ഒരു ബലത്തിലാണ് പരിശുദ്ധ അമ്മ ഇങ്ങനെ സഞ്ചരിച്ച് ഇവരുടെ കൂടെ വരുന്നത്. കാരണം അവർക്ക് അതിനുള്ള മെറിറ്റ് ഉണ്ട്. വളരെ വിശുദ്ധിയുള്ള ഉൽപ്പത്തി 17:1 തിരുവചനം അനുസരിച്ച് എൻ്റെ മുമ്പാകെ വ്യാപരിക്കുക, വിശുദ്ധിയിൽ വ്യാപരിക്കുക എന്നുള്ള അബ്രാഹത്തിനോട് ആദ്യമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവപിതാവ് നൽകിയ ആ ഒരു കൽപ്പന ഇവർ അച്ചട്ടായിട്ട് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു. ഈ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്ന വചനം ഇതാണ്, ഏശയ്യ 49:8. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. രാജ്യം സ്ഥാപിക്കാനും ശൂന്യമായ അവകാശഭൂമി പുനർവിഭജനം ചെയ്തു കൊടുക്കാനും ഞാൻ നിന്നെ സംരക്ഷിച്ച് ജനത്തിന് ഉടമ്പടിയായി നൽകിയിരിക്കുന്നു. ഈ വചനത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതായത് ഒന്നാമതായിട്ട് നമ്മൾ വായിച്ചു കേട്ടത് പ്രകാരം പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി. ആദ്യം നമ്മൾ കേട്ടായിരുന്നു യോഹന്നാൻ 3:8. ഉടമ്പടിയിൽ നിലനിൽക്കെ തന്നെ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ വചനം ഓപ്പൺ ചെയ്യുമ്പോൾ ഈ മകനോട് ദൈവപിതാവ് നേരിട്ട് സംസാരിക്കുകയാണ്. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. അതായത് നീ എൻ്റെ മഹത്വത്തിൻ്റെ തണലിൽ സുരക്ഷിതനാണ്, നിനക്ക് ഈ ഒരു തീരുമാനമായിട്ട് സെറിയൻ എന്ന തീരുമാനവുമായിട്ട് മുമ്പോട്ട് പോകാമെന്ന് ദൈവം ഈ മകന് അഷ്വറൻസ് കൊടുക്കുകയാണ്. വീണ്ടും വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. ജീവിതത്തിൽ ഉടനീളം എന്ന് അബുദാബിയിൽ കാലുകുത്തിയോ മരിയൻ ഉടമ്പടി വിശ്വസ്തതാപൂർവ്വം പാലിച്ചുകൊണ്ട് മുന്നേറുന്ന ഈ മകൻ എന്ന് അബുദാബിയിൽ കാലുകുത്തിയോ ആ ആദ്യം വാസസ്ഥലം കിട്ടുന്നു, ജോലി സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികൾ നീങ്ങുന്നു, ഇവരുടെ ലൈഫ് ദൈവം കരുപ്പിടിപ്പിക്കുന്നു. അങ്ങനെ എല്ലാ മേഖലകളിലും ദൈവം അവർക്ക് ഉത്തരമരുളുകയാണ്. വീണ്ടും നമ്മൾ വായിക്കുന്ന പ്രകാരമാണ്, രാജ്യം സ്ഥാപിക്കാനും ശൂന്യമായ അവകാശഭൂമി പുനർവിഭജനം ചെയ്തു കൊടുക്കാനും ഞാൻ നിന്നെ സംരക്ഷിച്ച് ജനത്തിന് ഉടമ്പടിയായി നൽകിയിരിക്കുന്നു. അതായത് ഈ മകൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഓരോരോ വിഷയങ്ങളിലൂടെ, ജീവിത വിഷയങ്ങളിലൂടെ വലിയ വലിയ അത്ഭുത അടയാളങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നടന്നതിലൂടെ ദൈവരാജ്യത്തിൻ്റെ വലിയൊരു വികസനം, അതുമല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മഹത്വ പ്രവൃത്തികളുടെ വലിയൊരു വെളിപ്പെടുത്തലിൻ്റെ പരമ്പരയായി ഈ മകൻ്റെ ജീവിതം മാറുന്നത് വഴി അനേകർക്ക് വലിയ ഉടമ്പടി സാക്ഷ്യമായി ഈ ലോകത്തിലെ ക്രിസ്തു വെളിച്ചമായിട്ട് ഈ മകൻ
ഇങ്ങനെ പ്രശോഭിക്കുകയാണ്. ഈ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലോട്ട് വന്ന ഒരു വചനം ഇപ്രകാരമാണ്. അതായത് ഈ മകന് ഈ 49:8 ഒപ്പം തന്നെ ഈ കൃപ വന്ന് നിറയാനുള്ള ആ ഒരു കണ്ടെയ്നർ ഈ മകന് ധാരാളമായിട്ടുണ്ട്. അതായത് വൈഫിനോട് ആഴമായിട്ടുള്ള സ്നേഹമുണ്ട്. ഈ മകൻ പറയുന്നുണ്ട്, വൈറൽ ഫീവർ വന്നു. പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് ഈ മകന് വൈറൽ ഫീവർ വരുന്നത്. ആ സമയത്ത് ഈ മകനെ ശുശ്രൂഷിക്കുന്നത് ഈ വൈഫ് തന്നെയാണ്, ഗർഭിണിയായ വൈഫ് തന്നെയാണ്. ആ സമയത്ത് ഇദ്ദേഹം പറയുന്നത് പ്രകാരമാണ്. അതായത് അമ്മയും കുഞ്ഞിനെയും പരിശുദ്ധ അമ്മയുടെ നീലമേലങ്കിയിൽ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉടമ്പടിയിൽ തന്നെയാണ് ഇവർ മുന്നേറുന്നത്. ഒരു ജലദോഷം പോലും ഈ കടുത്ത വൈറൽ ഫീവറുള്ള ഹസ്ബൻഡിനെ ശുശ്രൂഷിച്ച ഈ ഡയാനയ്ക്ക്, വൈഫിന് വന്നില്ല എന്നുള്ള വലിയൊരു സാക്ഷ്യം കൂടി പറയുന്നുണ്ട്. അതായത് ഇവർ താമസിക്കുന്ന സ്ഥലം, അത് ദൈവം അതിൻ്റെ ആ സംരക്ഷണം മൊത്തത്തിൽ ഏറ്റെടുക്കുകയാണ്. പ്രസാദകാലത്ത് ദൈവം ഇവർക്ക് ഉത്തരമരുളുകയാണ്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. ഈ ഒരു വലിയ സാക്ഷ്യം ശ്രവിക്കുന്നതിലൂടെ ഈശോയെ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളെ, കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഓരോ ജീവിത ദുരിതങ്ങളെ, സമയച്ചുരുക്കത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ട വിവിധ വിഷയങ്ങളെല്ലാം ഈ ശുശ്രൂഷയോട് ചേർത്ത് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കൃപ വന്ന് നിറയാവുന്ന രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തെ, ഈ മകൻ്റെ ജീവിതം പാകപ്പെടുത്തി ഈ മകനെടുത്തതുപോലെ വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് ഈശോയെ, ഞങ്ങളുടെ ജീവിത ദുരന്തങ്ങളുടെ കാലത്ത് നിൻ്റെ പ്രസാദം ഞങ്ങളുടെ മേലുണ്ടായി ഞങ്ങളുടെ ജീവിത ദുരിതങ്ങൾക്ക് എത്രയും വേഗം ഒരു അറുതി വരുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് തന്നെ ഏശയ്യ 49:8 തിരുവചനം അനുസരിച്ച് ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങൾ ഈശോയെ ശാശ്വതമായി ആ ഭൂമി ഞങ്ങൾക്ക് അവകാശമായി ലഭിക്കുവാനും, അപ്രകാരം ഈശോയെ നിന്നെ മഹത്വപ്പെടുത്തി ഉടമ്പടിയുടെ സാക്ഷ്യമായി ഈ ലോക ജീവിതത്തിൽ പ്രശോഭിക്കുവാനും ഈശോയെ ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് അധിക കൃപ ഈ കുടുംബത്തിന് നൽകിയതുപോലെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമേ ദൈവമാതാവേ, ഞങ്ങൾക്ക് എപ്പോഴും കരുതലും കാവലുമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആവേ മരിയ. പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോടൊപ്പം സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, ഏറെ പ്രത്യേകമായിട്ട് +2 ഡിഗ്രി പാസ്സായ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ CV അയയ്ക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങൾക്കൊരു ആന്തരിക ബോധ്യം, അതുമല്ലെങ്കിൽ ദൈവപിതാവ് നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.